Hi friends, welcome back to our YouTube channel. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ സ്കൂട്ടി പഠിക്കുന്നത് എങ്ങനെയെന്നുള്ളതിനെ കുറിച്ചാണ്. സൈക്കിൾ ബാലൻസ് ഇല്ലാതെ എങ്ങനെയാണ് സ്കൂട്ടി ഓടിച്ച് പഠിക്കുക അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ. വരും നമുക്ക് സ്കൂട്ടിയിലേക്ക് കയറാം. ആദ്യം നമ്മൾ ഹെൽമെറ്റ് ആണ് ഇടേണ്ടത്. ആദ്യം നമ്മൾ ഹെൽമെറ്റ് ഇട്ടിട്ട് വേണം സ്കൂട്ടിയിലേക്ക് കയറി പോവാൻ. ഇല്ലെങ്കിൽ ആദ്യം നമ്മുടെ സേഫ്റ്റിയാണ് മെയിൻ. ആദ്യം ഞാൻ എവിടെ പോകുമ്പോഴും ഹെൽമെറ്റ് ഇട്ടിട്ടാണ് പോകുന്നത്. ആദ്യം നമ്മൾ സ്റ്റാൻഡ് എടുക്കുക. ഇങ്ങനെയായിരിക്കും സ്കൂട്ടി വെച്ചിട്ടുണ്ടാകുക. അവിടുന്ന് നേരെ നിർത്തുക, ഒന്ന് തട്ടി ഇതിനെ നിവർത്തി വെക്കുക. അത് കഴിഞ്ഞ് ഈ ബ്രേക്ക് കംപ്ലീറ്റ് ആയിട്ട് പിടിക്കുക. എന്നിട്ട് ഇടത്തോട്ടായിരിക്കും ഓഫായിരിക്കുന്നത്, കീ ഓഫായിരിക്കുന്നത്. വലത്തോട്ട് തിരിച്ച് ഓൺ ചെയ്യുക. അത് കഴിഞ്ഞ് സ്വിച്ച് ഓൺ ചെയ്യുക. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഈ ബ്രേക്ക് പിടിക്കാതിരിക്കരുത്, കംപ്ലീറ്റ് ആയിട്ട് പിടിച്ചിട്ട് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഈ ബ്രേക്ക് വിട്ട് ഹാൻഡിൽ മാത്രം പിടിക്കുക. പതുക്കെ മൂവ് ചെയ്ത് നോക്കുക. ആക്സിലേറ്റർ പതുക്കെ ഇങ്ങനെ മൂവ് ചെയ്യുക, ബ്രേക്ക് ചെയ്യുക, മൂവ് ചെയ്യുക, ബ്രേക്ക് ചെയ്യുക. ഇങ്ങനെ ആദ്യം ട്രൈ ചെയ്യുക. സൈക്കിൾ ബാലൻസ് ഇല്ലാത്തവർക്കും ചെയ്ത് പഠിക്കാവുന്നതാണ്. നമ്മുടെ കാല് രണ്ടും താഴെ തന്നെ ഹോൾഡ് ചെയ്യുക. മുകളിലേക്ക് വെക്കാൻ പാടില്ല. ആദ്യം തന്നെ നമുക്ക് ധൃതിയായിരിക്കും മുകളിലേക്ക് വെച്ച് പോകാൻ. നമ്മൾ ആദ്യം തന്നെ മെല്ലെ ഈ കണക്കിനായിരിക്കും ചെയ്യേണ്ടത്. ആക്സിലേറ്റർ കൊടുത്ത് പതുക്കെ മൂവ് ചെയ്യുക. ആദ്യത്തെ ഒരു ദിവസം മുഴുവനും 1 മണിക്കൂർ മതി. ആദ്യത്തെ ഒരു ദിവസം ഈ രീതിയിലായിരിക്കും ആക്സിലേറ്റർ കൊടുത്ത് മൂവ് ചെയ്യുക. ഈ രീതിയിലായിരിക്കണം. ഇങ്ങനെ മൂവ് ചെയ്തിട്ട് വേണം നമ്മൾ ട്രൈ ചെയ്യാൻ. ഈ രീതിയിലായിരിക്കണം. ഇപ്പം എങ്ങനെയാണ് നമ്മൾ മൂവ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ 2 വിരലുകളും നമ്മൾ ലോക്കിട്ട് പിടിച്ചിട്ടുണ്ടാവും. ഈ രീതിയിലായിരിക്കും. ഈ 2-3 വിരലും ഈ ബ്രേക്കിനെ പിടിച്ചായിരിക്കും ഇരിക്കുന്നത്. ഈ മുട്ടുകൾ ഈ രീതിയിൽ തന്നെ ഉണ്ടാവും. അതിന് ഈ ലോക്കിട്ട് പിടിച്ചതിനെ വിട്ടതിന് ഉടനെ ഈ രീതിയിൽ ടേൺ ചെയ്യും. ടേൺ ചെയ്തത് ഒരുപാട് നമ്മൾ ഈ രീതിയിലാക്കരുത്. ആക്സിലേറ്റർ കൊടുത്ത് അധികമായി പോവും. കുറച്ച് മാത്രം നമ്മൾ ഈ രീതിയിൽ പിടിക്കുക. ഉടനെ തന്നെ ബ്രേക്ക് ഇട്ട് പിടിക്കുക. ഈ മുട്ടുകൾ ഇത്രത്തോളം തട്ടുമ്പോൾ തന്നെ നമുക്ക് ഈ രീതിയിൽ ലൈനിൽ വരുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ബ്രേക്ക് ഇട്ട് പിടിക്കണം. ഇല്ലെങ്കിൽ എന്താകും? ആക്സിലേറ്റർ കൊടുത്ത് മൂവ് ആവുന്നതായിരിക്കും. നമുക്ക് ഇത്രയേ വരുന്നുള്ളൂ, ഇത്ര മാത്രം വരുന്നുള്ളൂ, അല്ലാതെ കൂടുതൽ പോകുന്നേ ഇല്ല. ആ രീതിയിലായിരിക്കണം നമ്മൾ മൂവ് ചെയ്യാൻ പഠിക്കേണ്ടത്. ഇല്ലെങ്കിൽ ഇപ്പം ഞാൻ ഓഫ് ചെയ്തു. പിന്നെ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, ബ്രേക്ക് അറിയുന്നില്ല, നമുക്ക് ബ്രേക്ക് മനസ്സിലേ ആവുന്നില്ല, ബ്രേക്ക് പിടിക്കാനേ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ രീതി മാത്രം റൈസ് ആക്കുക. ഈ ബ്രേക്കിനെ പിടിക്കുക. ഈ ബ്രേക്ക് ഇടത്ത് സൈഡുള്ള ബ്രേക്കിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പിടിക്കുക. മൂവ് ചെയ്യുമ്പോൾ ഏത് രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തു, ഈ രീതിയിൽ നമ്മൾ മൂവ് ചെയ്തു, ബ്രേക്ക് ചെയ്തു, മൂവ് ചെയ്തു, ബ്രേക്ക് ചെയ്തു. ഈ രീതിയിൽ മാത്രം നമ്മൾ ട്രൈ ചെയ്യുക. ഇപ്പോൾ ഈ ബ്രേക്ക് അറിയാത്തവർക്കാണ് ഈ പറയുന്നത്. ബ്രേക്ക് ഈ രീതിയിൽ പിടിക്കാൻ അറിയാത്തവർക്ക്, 2 ബ്രേക്കും മുന്നേ 2 ബ്രേക്കും പിടിക്കാൻ അറിയാത്തവർക്ക് ഈ കൈ ഇങ്ങനെ ടേൺ ചെയ്യുക. ഈ രീതിയിൽ ഇടത്ത് സൈഡുള്ള ബ്രേക്കിനെ പിടിക്കാൻ ട്രൈ ചെയ്യുക. പിന്നെ ഞാൻ ഒന്നും കൂടെ ഒരു സജഷൻ പറയാനുള്ളത്, ഡ്രസ്സാണ്. നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സാണ് യൂസ് ചെയ്യേണ്ടത്. ഒന്നില്ലെങ്കിൽ നമ്മൾ ഈ രീതിയിലുള്ള കുർത്തീസ്, ചുരിദാർസ് എല്ലാം യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ട്രാക്ക് പാൻറ്റോ നൈറ്റ് ഡ്രസ്സോ ആ രീതിയിലുള്ളതെല്ലാം ഡ്രസ്സുകളായിരിക്കും യൂസ് ചെയ്യേണ്ടത്. അതുമല്ല നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഏത് രീതിയിലുള്ള പാൻസും ടീഷർട്ട്സും ആയിരിക്കും യൂസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ സാരി എല്ലാം യൂസ് ചെയ്യാൻ പാടില്ല. ഇല്ലെങ്കിൽ വേലെല്ലാം ഷോള് ഈ രീതിയിലുള്ള എല്ലാം നമ്മൾ ഇട്ടിട്ട് യൂസ് ചെയ്യുമ്പോൾ അവിടെ ഇവിടെയും കുരുങ്ങി വീഴാനുള്ള സാധ്യതയാണ് കൂടുതൽ. അപ്പോൾ അതെല്ലാം ഒഴിവാക്കിയിട്ട് നമ്മൾ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇട്ടിട്ട് വണ്ടി ഓടിച്ച് പഠിക്കാൻ ട്രൈ ചെയ്യുക. ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതിൻ്റെ ബാക്കി ഓരോ ദിവസത്തെയും വീഡിയോസ് ഓരോ ദിവസങ്ങളും എങ്ങനെയാണ് സ്കൂട്ടി ഓടിച്ച് പഠിക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് ഓരോ ദിവസവും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.
എല്ലാവർക്കും ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ.